നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന സ്വർണ്ണക്കടയിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് രേവതി സച്ചിയും കൂടെ നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വർണം സ്വർണ്ണമാണെന്ന് കരുതി എടുത്തോണ്ട് വന്ന സാധനം മുക്കുവണ്ടുവാന്ന് ജ്വല്ലറിക്കാരൻ പറഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം, വല്ലാത്തൊരു ടെൻഷൻ. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? രേവതി സ്വർണം ചന്ദ്രമതിയുടെ കയ്യിലായിരുന്നു. അത് വാങ്ങിച്ചോണ്ട് എങ്ങോട്ടേക്ക് വന്നേ ഒന്നും മനസ്സിലായില്ല. കടക്കാരൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, പോലീസിനെ വിളിക്കണം എന്നൊക്കെ പറയാം. ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചല്ലേ എന്നൊക്കെ ചോദിക്കണം. സച്ചി കിടന്ന് ദേഷ്യപ്പെടുവാണ്. നിങ്ങള് സ്വർണം ഉറച്ചു നോക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് സ്വർണം നിങ്ങള് മുക്കുവണ്ണം കൊണ്ട് ഞങ്ങളെ തന്നൊക്കെ സച്ചി ഒന്ന് വട്ടം തറക്കിക്കുവാണ്. രേവതി സച്ചേട്ടാ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടുന്നില്ല, എന്തായാലും ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയണം. അപ്പോഴേക്കാണ് രേവതിനെ അറിയാവുന്ന ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് വരുന്നത്. ആ കടയുടെ ഓണറിന്റെ ചേട്ടനായിരുന്നത്. പുള്ളിക്കാരൻ വന്നിട്ട്, ചെന്താ രേവതി, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീട് രേവതി കാര്യം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിനെ നോക്കിയിട്ട് അയാൾ തന്റെ ചേട്ടനോട് പറഞ്ഞു, അതെ, ഈ നിൽക്കുന്ന ആളെ എനിക്കറിയാവുന്ന, രേവതി എന്ന പേര് എനിക്ക് മുമ്പോട്ട് പരിചയമുള്ള, പിന്നെ ഇങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കുന്നതല്ലെന്ന് പറയണം. എന്തോ എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയണം. അപ്പത്തേനും അയാൾ പറഞ്ഞു, ഇതേ നോക്ക്, ഞങ്ങൾ പറയുന്ന സത്യമാണോ അതോ കള്ളത്തരമാണോ നോക്ക്, ഇത് കണ്ടോ, ഇത് സ്വർണ്ണമല്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിയുടെ അയാൾ ചോദിച്ചു, എന്താ രേവതി, എന്താ സംഭവിച്ചത് എന്താന്നൊക്കെ ചോദിക്കണം. പിന്നീട് രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയണം. പിന്നീട് അയാൾ പറഞ്ഞു, തൽക്കാലത്തേക്ക് പോലീസിനെ ഒന്നും വിളിക്കാൻ പോകണ്ടെന്ന് പറയണം. നിങ്ങൾക്ക് എവിടെയാ തെറ്റു പറ്റിയെന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് നോക്ക് രേവതി. വീട്ടിൽ നിന്ന് സ്വർണ്ണം എടുത്തെന്നല്ല പറഞ്ഞേ, ഒരു പക്ഷെ അവിടെയുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോ എന്നൊരു കാര്യം അയാൾ പറയണം. അത് കേട്ടപ്പോൾ രേവതിക്കും തോന്നി അങ്ങനെ. പിന്നീട് അവരിത് വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ അവനായിരിക്കും, ആ സുധിയായിരിക്കും എന്ന് പറയണം. സുധിയോ? അതെ, അവനായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം. സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് മുക്കുവണ്ണം കൊണ്ടേ വെച്ചായിരിക്കും. വീട്ടിലെ എല്ലാ സാധനങ്ങളും അവൻ അടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം പണ്ടേ ഉണ്ട്. ഇതും അവൻ തന്നെ ചെയ്തായിരിക്കും, വേറെ ആരും ഇത്തരം പണിയും ചെയ്യത്തില്ല. പിന്നെ എന്റെ അമ്മ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയണം. അമ്മയാ? ചിലപ്പോ അമ്മയും കാണുമായിരിക്കും, അമ്മയും കൂടെ ചേർന്നിട്ടുള്ള പണിയായിരിക്കും എന്ന് പറയണം. എന്നാലും അതെ, ഇതങ്ങനെ വെറുതെ വിടുന്നില്ല, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാർ എടുക്കണം. രേവതിക്ക് ഭയങ്കര ടെൻഷൻ. രേവതിയോട്, സച്ചേട്ടാ പ്രശ്നം ഉണ്ടാക്കരുത്, അച്ഛമ്മയുടെ 80-ാം പിറന്നാളാ, അച്ഛമ്മ വീട്ടിലേക്ക് വരും. ഇന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് വിഷമാവില്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയണേ? സച്ചേട്ടാ പ്ലീസ്, നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കരുതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, പിന്നെ എന്താ ചെയ്യണ്ടേ? സച്ചേട്ടൻ്റെ തലയത്തോട്ട് സത്യം ചെയ്യാം. എന്തായാലും അച്ഛമ്മയുടെ പിറന്നാൾ കഴിഞ്ഞ് അച്ഛമ്മ പോകുന്നോടം വരെ കാര്യങ്ങളൊന്നും പുറത്താരും അറിയാൻ പാടില്ല. അതിനുശേഷം ചോദ്യമോ പറച്ചിലോ എന്ത് വേണമല്ലോ അയക്കോ, ഒരു കുഴപ്പമില്ലാന്ന് പറയണം. പിന്നീട് സച്ചി പറഞ്ഞു, അത് പിന്നെ ഞാന്, സച്ചിയേട്ട പ്ലീസ് എന്ന് പറയണം. ആ ശരി, എന്തേലും ആട്ടെ എന്നൊക്കെ സച്ചി പറയണം. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് പറയണില്ല, പക്ഷെ അത് കഴിയുമ്പോ ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ല സച്ചിയേട്ടാ, അവനെ ഇത് ചെയ്തതെന്ന് എന്താ ഉറപ്പിരിക്കണേ? പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? വീട്ടിലെ കള്ളത്തരങ്ങളൊക്കെ ആരാ ചെയ്യുന്നത് നിനക്കറിയാമല്ലോ രേവതി, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് വീട്ടില് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. വർഷയെ ശ്രീകാന്തും ഒക്കെ നല്ല ഊർജിതമായിട്ട് തന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ, ഇവിടെ ഇലുമിനേഷൻ ബൾബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറയാം. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യാന്ന് പറയണം. ശ്രുതി ആ കൂടെ കൂടുന്നുണ്ട്. ശ്രുതി മാത്രം അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താടാ മാറി നിൽക്കുന്നേ? അത് പിന്നെ അച്ഛാ, ഞാന് ഇച്ചിരി പണിയുണ്ടെന്ന് പറയണം. ശ്രുതി ചോദിച്ചു, എന്ത് പണി? അല്ല, കുറച്ച് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ, അതൊക്കെ നോക്കിയെന്നല്ലേ പറഞ്ഞു, പിന്നെന്താ? എന്നാലും കുറച്ചുകൂടി ഉണ്ടെന്ന് പറയണം. പിന്നീട് ശ്രുതി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ശ്രുതി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകല്ലേ, ഇവിടെ നിൽക്കാനൊക്കെ പറയണം. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ ഇത് വേണോ? ഇതെന്താ വല്ല കല്യാണമാണോ ഇവിടെ നടക്കാൻ പോണെന്ന് രവീന്ദ്രനോട് ചോദിക്കുക. അതെ, എന്റെ അമ്മയുടെ 80-ാം പിറന്നാളാ, അത് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം എന്ന് പറയണം. കൊള്ളാലോ, ഇതുവരെയായിട്ട് എന്റെ പിറന്നാൾ വന്നിട്ട് ഇങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ലെന്ന് പറയാം. എടി, അനിന്റെ 80-ാം പിറന്നാൾ ആയല്ലോ, 80-ാം പിറന്നാൾ വരുമ്പോ ആഘോഷിക്കാലോ എന്ന് പറയണം. എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. ഓ, നിങ്ങളുടെ അമ്മയുടെ ആയതുകൊണ്ടായിരിക്കും ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന അല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് സുധി ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ചന്ദ്രമതി സുധിനെ വിളിച്ചു. എടാ, എനിക്ക് ആ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോവാണ്. എന്താ അവ കാര്യം? അവർ രണ്ടുപേരും കൂടെ പോയിട്ട് വന്നില്ലല്ലോ, സച്ചിയും രേവതിയും കൂടെ. ഓ, അതാണോ കാര്യം? അതോർത്തിട്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട, അവരിങ്ങോട്ടേക്ക് വന്നോളും. എടാ, അവരെവിടെ പോയേക്കോന്ന് വല്ല അറിയാമോ നിനക്ക്? എനിക്കങ്ങനെ അറിയാൻ പറ്റും. എടാ മരം വേണ്ട, ഇനി എങ്ങാനും വല്ലയിടത്തും പോയതാണോ? വല്ല പണയം വെക്കാനാണോ? പണയം വെക്കാനോ? അമ്മ എന്നെ കൂടെ പേടിപ്പിക്കില്ലേ? അങ്ങനെ എങ്ങാനും വേണം നമ്മുടെ കള്ളത്തരം മൊത്തം പൊളിക്കുമെന്ന് പറയണം. അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇപ്പൊ തന്നെ വരുമായിരിക്കും എന്ന് പറയണം.
അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിക്ക് നല്ല ദേഷ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, എടി നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു രേവതിയോട് ചോദിക്കുക. നീ വല്ലയിടത്തും പോയി കിടന്നാൽ ഇവിടെ ആഹാരമൊക്കെ എങ്ങനെ കഴിക്കൂടി, വെച്ചുണ്ടാക്കാതെ പിന്നെ എങ്ങനെ കഴിക്കും എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ചോദിച്ചു, അതെന്താ ഇവിടെ അവൾക്ക് മാത്രം കൈയും കാലും ഉള്ളോ, അവൾക്ക് മാത്രം വെച്ചുണ്ടാക്കാൻ പറ്റുള്ളോ, പിന്നെ നിങ്ങളൊക്കെ എന്ത് കാണാൻ ഇരിക്കുന്ന എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുവാണ്. സച്ചിയുടെ ദേഷ്യം എന്താന്നുള്ളത് രേവതിക്ക് അറിയാം. രേവതി പെട്ടെന്ന് സച്ചിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. സച്ചിയേട്ടാ പ്ലീസ് എന്ന് പറയണം. അതിന്റെ അർത്ഥം സച്ചിക്ക് മനസ്സിലായി. പുറത്ത് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയണം. ഈ സമയത്ത് രേവതി പറഞ്ഞു, അമ്മേ ഞാൻ വന്നു, ഇനിയിപ്പം ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കോളാം, ഞാൻ വന്നല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിക്കണം. രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രേ, അവൾ ഉണ്ടാക്കിയാൽ മാത്രം ഇവിടെ എല്ലാവർക്കും ഇറങ്ങുള്ളോ, നിനക്ക് ഇച്ചിരി ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഓ പിന്നെ ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കി എല്ലാവർക്കും തീറ്റി പോറ്റണം പോലും. രവീന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിലും നിനക്ക് പറ്റില്ലല്ലോ, നിനക്ക് മടിയല്ലേന്ന് ചോദിക്കണം. അതെ, അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണം. ഈ സമയത്ത് രേവതി പറഞ്ഞു, അച്ഛാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ പോയി ഉണ്ടായിക്കൊള്ളാന്ന് പറയണം. അങ്ങനെ രേവതി അകത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. ആ സമയം സുധിക്ക് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ സുധി നീ നോക്കി നിൽക്കാതെ വന്ന് കൂടറാന്ന് പറയണം. അയ്യോ അച്ഛാ എനിക്ക് കുറച്ച് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, എനിക്കും എന്തോ ഒരു തലവേദന, അവരൊഴിഞ്ഞു മാറി പോകുന്നാന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി. അവരങ്ങോട്ട് കയറി പോകുന്ന കണ്ടു. സച്ചി നോക്കിക്കഴിഞ്ഞപ്പോ സുധി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടു. സുധിയുടെ ആ നോട്ടത്തിൽ തന്നെ ഒരു പന്തികേട് സച്ചിക്ക് മടുത്തു. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, അല്ല എല്ലാരും കൂടെ എന്താണ് നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഗിഫ്റ്റാ? അതെ. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ടൻ രേവതേച്ചും കൂടെ മിക്കവാറും ഗിഫ്റ്റ് മേടിക്കാൻ പോയതായിരിക്കും. അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതെ അവര് ഗിഫ്റ്റ് മേടിക്കാൻ പോയതാ, എന്താ സച്ചേട്ടാ വാങ്ങിയെന്ന് ചോദിക്കുക. അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതെന്തിനാ ഇപ്പൊ അറിയണേ, അത് സർപ്രൈസ് ആയിരിക്കും എന്ന് പറയണ. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അത് പിന്നെ അച്ഛാ വേണ്ട, നീ പറയണ്ട, എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പൊ രവീന്ദ്രന്റെ മനസ്സിലെന്താ, സ്വർണം മേടിക്കാൻ പോയതാണ് കലാവതി അച്ഛമ്മയ്ക്ക്. കാരണം ഈ സ്വർണം കൊണ്ടേ പണയം വിൽക്കോ എന്ന് ചെന്നിട്ട് മേടിക്കാന്നും പറഞ്ഞല്ലേ പോയത് രേവതിയുടെ സ്വർണം. പക്ഷെ അത് മുക്കുകൊണ്ടാണ് എന്നുള്ള കാര്യം രവീന്ദ്രൻ അപ്പൊ അറിഞ്ഞിട്ടും ഇല്ലല്ലോ. ആ സമയത്ത് സച്ചിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സച്ചിക്കും വല്ലാത്ത വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. സച്ചി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി നമുക്ക് അച്ചമ്മയ്ക്ക് എന്തേലും വാങ്ങിക്കൊടുക്കണ്ടേന്ന് ചോദിക്കും. എന്ത്? അല്ല എന്തേലും വാങ്ങണ്ടേ, ഒരു മോതിരം എന്തേലും വാങ്ങണ്ടേ. മോതിരവോ? അത്ര വിലയുടെ സാധനമൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഒരു സാരി വാങ്ങിച്ചാൽ മതി. അതെങ്ങനെ ശരിയാന്നേ, ഒരു മോതിരെങ്കിലും വാങ്ങിച്ചില്ലേ, നിങ്ങളുടെ അച്ചമ്മയില്ലേന്ന് ചോദിക്കും. പിന്നെ എനിക്ക് വേണ്ടിയുടെ അച്ചമ്മയൊന്നും ചെയ്തു തന്നിട്ടില്ല, എല്ലാം കൊടുത്തിരിക്കുന്ന ആ സച്ചിക്ക, അവനെന്തേലും ചെയ്യട്ടെ, പിന്നെ ഞാൻ എന്തിനാ മെനക്കിടുന്നേ, എന്നെ കൊണ്ടാൻ പറ്റില്ലേ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് ശ്രുതി പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. ആ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുവാണ്, വിമലയുടെ ഫോണിൽ നിന്ന്. പെട്ടെന്ന് ശ്രുതി എടുത്തിട്ട് പറഞ്ഞു, അമ്മയോട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചേന്ന് ചോദിക്കണം. അപ്പത്തേനും അങ്ങേ തലയ്ക്ക് ആദ്യം പറഞ്ഞു, അമ്മേ ഞാൻ ആദ്യന്ന് പറയണം. ആ മോനായിരുന്നോ, എന്താ മോനേന്ന് ചോദിക്കാം. അത് പിന്നെ ഈ തവണ മാത്സ് എക്സാമിന് എനിക്ക് 99 മാർക്കുണ്ടെന്ന് പറയണേ. 99 മാർക്കോ? അതെ, നേരത്തെ എനിക്ക് 50-ന് മുകളിൽ മാർക്ക് കിട്ടാറില്ലായിരുന്നു, പക്ഷെ ഇത്തവണ കിട്ടി. എന്തുകൊണ്ടാന്ന് അറിയാവുന്ന ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, മിടുക്കരാന്നുള്ള പറയുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ, എന്താന്ന് വെച്ചാല് അമ്മ എന്നോട് പറഞ്ഞില്ലേ എന്ന് എന്റെ അമ്മയാന്നുള്ള കാര്യം. അതിനുശേഷമാണ് എനിക്ക് ഇത്ര മാർക്കൊക്കെ മേടിക്കാൻ പറ്റിയത്. എനിക്കിപ്പോ അമ്മയുണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിലാന്ന് പറയണം. ശ്രുതിക്ക് ശരിക്കും പറഞ്ഞ സങ്കടം വന്നു. പിന്നെ ടീച്ചർമാരൊക്കെ പറഞ്ഞു, ഇപ്പൊ മിടുക്കനായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നുണ്ട്, അമ്മ എപ്പോഴും എങ്ങോട്ടേക്ക് വരുന്നേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ഞാൻ വരാം അമ്മ, എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നുണ്ട് അമ്മയെന്ന് പറയാ. ഞാൻ വരാന്ന് പറഞ്ഞല്ലോ, മോൻ വെക്ക്, എന്റെ മുത്തല്ലേ, എന്റെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി കഥവ് തുറക്കുന്ന ശബ്ദം കിട്ടും. അത് ഞാൻ പിന്നെ വിളിക്കാമെന്നത് കോള് കട്ട് ചെയ്യണം. പിന്നീട് ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല ആരോടാ സംസാരിച്ചെന്ന് ചോദിക്കണം. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയണം. ആണോ? അല്ല പൊന്നെന്നൊക്കെ പറയുന്നു കേട്ടോ. ഓ അങ്ങനെയോ? അതെ, എൻ്റെ ഒരു ഫ്രണ്ട്, അവളുടെ പേര് പൊന്നമ്മ എന്നാന്ന് പറയണം. പൊന്നമ്മന്നോ? അത് ഞങ്ങൾ ഷോർട്ടായിട്ട് പൊന്നെ എന്നൊക്കെ വിളിക്കൂന്ന് പറയാം. ഓ അങ്ങനെ. അല്ല ഇന്ന് വരെ എന്നെ അങ്ങനെയൊന്നും വിളിച്ച് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതി പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അങ്ങനൊന്നും പറയില്ല എന്റെ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സോപ്പിടുവാണ്. ശ്രുതി അത് വിശ്വസിച്ചു. പിന്നീട് അവരങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് സച്ചി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ വന്നെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോഴേക്കും സച്ചി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും രേവതി സച്ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എന്നാലും നമ്മളൊന്നും വാങ്ങിച്ചല്ലോ, അതൊന്നും സാരമില്ല എന്ന് പറയണം. അപ്പോഴാണത്തെ, അയ്യോ
അമ്മേനെ ഒന്നും വിളിച്ചില്ലോ എന്ന് പറയണം. പിന്നീട് ലക്ഷ്മി അമ്മേനെ ഒക്കെ വിളിക്കണം. നാളെ വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, അല്ല ഞങ്ങൾ എന്താ വാങ്ങിച്ചോണ്ട് വരണ്ടേന്ന് ചോദിക്കാം. ഒന്നും വാങ്ങിക്കേണ്ട, ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് സച്ചി പറയണം. എന്ത് വാങ്ങിക്കാനായിട്ടാ, നിങ്ങളുടെ ഇങ്ങോട്ട് വന്ന നിങ്ങളുടെ ആ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറയണം. പക്ഷെ അവർക്ക് അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. രേവതി പറഞ്ഞു, അതെ അമ്മയ്ക്ക് എന്താ മേടിച്ചോണ്ട് വരാൻ തോന്നുമെങ്കിൽ അത് മേടിച്ചോണ്ട് വന്നാൽ മതി അച്ഛമ്മയ്ക്കെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ ദേവനോട് പറഞ്ഞു, എന്തേലും വാങ്ങിച്ചോണ്ട് കൊടുക്കണ്ടേ, സ്വർണ്ണം ഒന്നും മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് പറയണം. അത് ശരിയാ, അത് നല്ല കാര്യമാന്ന് പറയാണ്. പിന്നീട് സച്ചി പറഞ്ഞു, ഞാൻ പോയി അച്ഛമ്മയുടെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്ന വഴി സച്ചി ഒന്നും മിണ്ടുന്നില്ല, ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താടാ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുക. ഒന്നുമില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ, അത് ഇന്നലെ രാത്രി കുറെ സമയം ഉറക്കളിച്ച് വണ്ടിയൊക്കെ ഓടിച്ചതാ. അതെ നിന്റെ ഈ ഓട്ടം കുറച്ചൊന്ന് നിർത്ത്, ശരീരമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ സച്ചിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു പുള്ളിക്കാരത്ത് കുറെ ആഭരണമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കലാവതി അച്ഛൻ പറഞ്ഞു, കണ്ടില്ലേ എന്തുമാത്രം ആഭരണം ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇട്ടുകൊണ്ടെങ്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ കള്ളന്മാരെ വിളിച്ചു വരുത്തുന്നത് തുല്യോ, അവന്മാര് പുറകെ കൂടുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു, അത് ശരിയാന്ന് പറയണം, ചിലപ്പോൾ കള്ളന്മാര് വരുമെന്ന് പറയണം. പിന്നീട് അച്ഛൻ പറഞ്ഞു, പറയാൻ പറ്റിയല്ല, ചിലപ്പോൾ വല്ല മുക്കുവണ്ടമാണോന്ന്. ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, ശരിയാ മുക്കുവണ്ടമായിരിക്കും, അങ്ങനെയാണ് കണ്ടുപിടിക്കണം, മിക്കവാറും മുക്കുവണ്ടം തന്നെയായിരിക്കും എന്ന് പറയണം. അച്ഛൻ ചോദിച്ചു, നീ എന്താടാ പറയണേ, അതിന് അവര് മുക്കുവണ്ടം ഇട്ടുകൊണ്ട് പോയാൽ നമ്മൾ എന്തിനാ കണ്ടുപിടിക്കണേന്ന് ചോദിക്കണം. നീ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യം എന്താന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാന് സച്ചിയുടെ മനസ്സില് മറ്റേ സ്വർണത്തിന്റെ കാര്യമായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. കാരണം രേവതിയുടെ സ്വർണം മുക്കുവണ്ടമായി മാറിയത് എങ്ങനെയാന്ന് സുധി ആയിരിക്കും അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്, അത് കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് സച്ചി വിഷയം കൂടെ മാറ്റുവാണ്. അങ്ങനെ അച്ഛമ്മ വീട്ടിലേക്ക് വന്നു. അച്ഛമ്മ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ രേവതിയൊക്കെ ആരതിയൊക്കെ എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി ചിനി എങ്ങോട്ടാന്ന് ചോദിക്കുക. അല്ല ആരതി ഒഴിയാനായിട്ട് ഇങ്ങതാ എന്ന് പറഞ്ഞ് അങ്ങ് മേടിച്ചു. പിന്നീട് ശ്രുതിനെയും വർഷേനെയും വിളിക്കുകയാണ്. രണ്ടുപേരും പറഞ്ഞു, ഇതേ ആരതി എടുത്തോണ്ട് പോയി അച്ഛമ്മേനെ പോയി ഒഴിയാൻ പറയാണ്. അപ്പൊ രേവതി ഇങ്ങനെ മാറി നിൽക്കണം. നീ അവിടെ നിന്നോണം, നീ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല, ഇവർ രണ്ടുപേരും ആരതി ഒഴിഞ്ഞോളൂ എന്ന് പറയണ. രേവതി പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല, ഇവരുടെ പുറകെ പതുക്കെ അവിടെ മാറിപ്പോയി നിൽക്കുവതേ. അച്ഛമ്മ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം അകത്തേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, അച്ഛമ്മ ഇവിടെ നിൽക്കുക, രേവതിയോട് ആരതി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവൾ ഇപ്പൊ തന്നെ ആരതി എടുത്തോണ്ട് വരുമെന്ന് പറയണ. രവീന്ദ്രൻ പറഞ്ഞു, ശരി അമ്മയെന്നൊക്കെ പറയണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ശ്രുതിയും കൂടെ ആര്യത്തട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവരോ പെട്ടെന്ന് അച്ഛമ്മ നോക്കിക്കഴിഞ്ഞപ്പോ അവരെ കണ്ടില്ല. അവരൊന്നും ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ശ്രീകാന്ത് ഒക്കെ വന്നിട്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയണം. വർഷയും ശ്രുതിയും കൂടെ അങ്ങനെ അവസാനം ആരതി ഒഴിയാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നിക്ക് ആരതി ഒഴിയാൻ വരട്ടെ എന്ന് പറയണം. എന്താ രേവതി എന്തേന്ന് ചോദിക്കാണ്. ചന്ദ്രമതി പറഞ്ഞു, അവളകത്ത് എവിടെയോ ഉണ്ടെന്ന് തോന്നിയെന്ന് പറയണ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അച്ഛമ്മയ്ക്ക് മനസ്സിലായല്ലോ, ആര്യത്തട്ടയ്ക്ക് എല്ലാം സെറ്റാക്കി വെച്ചത് രേവതിയായിരിക്കും. പിന്നെ രേവതിയോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞു കാണും. അവളെ മാറ്റി നിർത്തിയിട്ട് ദേ വർഷനെ ശ്രുതിയും കൊണ്ട് ആരതി ഒഴിക്കാനായിട്ട് അമ്മ പറഞ്ഞു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി. മര്യാദയ്ക്ക് നിന്റെ മരുമോളെ വിളിക്ക്, 3 മരുമക്കളും ഒരേപോലെ കാണണം നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാണ്. അവസാനം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോ രേവതി അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അച്ഛമ്മ. അങ്ങനെ രേവതി വന്നു. ഇവളല്ലേ ഇവിടെ ആദ്യമായിട്ട് വന്ന് കയറിയത്, മൂത്ത മരുമോള്, അങ്ങോട്ട് കൊടുക്കാൻ പറയണം. രേവതി ആരത്തിട്ട് പിടിച്ചു. ബാക്കിയുള്ളവര് രണ്ടുപേരും അപ്പറേ ഇപ്പറേ നിന്നു. അങ്ങനെ ആരതി ഒഴിഞ്ഞ് അച്ഛമ്മനെ അകത്തേക്ക് കയറ്റുവേണം. ഇതെല്ലാം കണ്ട് ചന്ദ്രമതി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ചന്ദ്രമതി അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.